ولا تحسبن الله غافلا عما يعمل الظالمون. അക്രമികൾ ചെയ്യുന്നതിനെ കുറിച്ച് അള്ളാഹ് ഒന്നും കാണുന്നില്ല എന്ന് വിചാരിക്കണ്ട. അവരെ അള്ളാഹു നിശ്ചയിക്കപ്പെട്ട ഒരു ദിവസത്തിലേക്ക് അവധി മാറ്റിവച്ചിരിക്കുകയാണ്, നീട്ടിക്കൊടുത്തിരിക്കുകയാണ് എന്ന് പറയാം. എന്നിട്ട് അവർ ചെയ്യുന്ന തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞപ്പോ ഉപയോഗിച്ച പദം ആയത്ത് وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. രണ്ട് കാര്യമാണ് അതിൽ എനിക്ക് ഹൃദ്യമായി തോന്നിയത്. ഒന്ന് പദത്തിന്റെ ആവർത്തനവും, രണ്ട് അത് അവസാനിപ്പിച്ച ശൈലിയും. ഏതാ പദാവർത്തനം? മക്ർ, തന്ത്രം എന്ന പ്രയോഗം. وَقَدْ مَكَرُوا مَكْرَهُمْ وَعِندَ اللَّهِ مَكْرُهُمْ وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. ആ ആയത്തിൽ ആകെയുള്ളത് മക്ർ എന്ന പദങ്ങളാണ്. ഒന്ന് രണ്ട് വാക്കേ അധികമുള്ളൂ. അവർ അവരുടെ തന്ത്രം പ്രയോഗിച്ചു. അവരുടെ തന്ത്രം എന്തെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. അവരുടെ തന്ത്രം കൊണ്ട് എന്ന് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുന്ന ഭാഗം അതിൽ ശ്രദ്ധേയമാണ്. وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. നമ്മൾ ചിലരോടൊക്കെ പറയല്ലേ, ഓ ഈ അത് പറഞ്ഞെന്ന് ചോദിച്ചു ഇവിടെ മലയിടിയല്ലേ. ഓനിപ്പോ പറഞ്ഞു ചോദിച്ചു നമ്മളെന്തിനാ പേടിക്കണേ, ഇവിടെ ഭൂമി ഉൽങ്ങോ എന്നൊരു ചോദ്യം. അത് തന്നെ അള്ളാഹ് അങ്ങനെ ചോദിക്കുകയാണ്. وَإِنْ كَانَ مَكْرُهُمْ لِتَزُولَ مِنْهُ الْجِبَالُ. അവരുടെ ആ തന്ത്രം കൊണ്ടൊന്നും പർവ്വതങ്ങൾ ഇടിഞ്ഞു തകർന്നു പോവൊന്നുമില്ലല്ലോ. നല്ല ഒരു ശൈലി. ഏത് നാട്ടിലുള്ളവരുടെയും ഏത് ഭാഷക്കാരുടെയും അവരുപയോഗിക്കുന്ന ശൈലികളാണ് വിശുദ്ധ ഖുർആനിലൊക്കെ കാണുന്നത്. എല്ലാവർക്കും